1990കളിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മർഡർ മിസ്റ്ററി സിനിമയാണ് ഈ കണ്ണികൂടി. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് KG ജോർജാണ്. ഒരുപക്ഷെ KG ജോർജിന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്രയ്ക്കുള്ളൊരു പോപ്പുലാരിറ്റി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. KG ജോർജിന്റെ മറ്റ് സിനിമകളെ പോലെ തന്നെ ഒരു തരത്തിലുള്ള വിരസതയും ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ഈ കണ്ണികൂടി. ഈ സിനിമയുടെ ഒരു ഉള്ളടക്കത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, സിനിമ ആരംഭിക്കുന്നത് തന്നെ കുമുദം എന്ന് പറയുന്ന ലൈംഗിക തൊഴിലാളിയുടെ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവര് ഒരു റൂമിൽ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഇത് അന്വേഷിച്ചെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിലൂടെ അവർ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് ഈ കഥ വികസിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ വെറുമൊരു ക്രൈം ഡ്രാമ എന്നതിനേക്കാൾ ഉപരി ഈ സിനിമയെ ഒരു ആത്മകഥാംശപരമായിട്ടുള്ള ഒരു അന്വേഷണാത്മക രീതിയിലാണ് KG ജോർജ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ആരാണ് കുറ്റവാളി എന്നത് നമ്മളെ മനസ്സിലൊരു ആകാംക്ഷയായിട്ട് നിലനിർത്തും. പക്ഷേ സിനിമ കുറച്ച് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആരാണ് കുറ്റവാളി എന്നുള്ളതല്ല, ഏതാണ് ഈ സ്ത്രീ, എങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം എന്നുള്ള രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ KG ജോർജിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഏത് ജീനിയർപ്പെട്ട ഒരു സിനിമയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരേ സമയം തന്നെ ത്രില്ലറുമുണ്ട്, ഡ്രാമയുണ്ട്, ജീവചരിത്രമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമ. KG ജോർജിന്റെ ഒരു ശൈലി മലയാളത്തിലെ ഹിച്ച്കോക്ക് എന്നുള്ള വിളിപ്പേരിന് അർഹമായിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേപോലെ തന്നെ ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് നല്ല ആളാണോ അല്ലെങ്കിൽ ചീത്ത ആളാണോ എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ആധാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്ത സമൂഹം, അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ ചർച്ചയാക്കാൻ KG ജോർജിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയിലെ മികച്ച പ്രകടനങ്ങളെ കുറിച്ചിട്ടാണ്, അതായത് ഈ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പ്രകടനത്തെ പറയുകയാണെങ്കിൽ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ഒരു കഥാപാത്രം, ലൈംഗിക തൊഴിലാളിയായിട്ട് വന്നിട്ടുള്ള അശ്വിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി. അവരുടെയൊക്കെ അഭിനയം എന്ന് പറയുന്നത് ക്ലാസ് പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ യഥാർത്ഥ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ദുഃഖപരമായിട്ടുള്ള ഒരു അവസാനമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേഷം ചെയ്തിട്ടുള്ള ഒരു നടൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ല. പിന്നെ സായ് കുമാറാണ് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് എത്തുന്നത്. അതൊരു ബ്രില്യൻ കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആപ്റ്റായിട്ട് നമുക്ക് തോന്നുക മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ പറ്റുമെന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കഥയിലെ മൊത്തം കോൺസെൻട്രേഷൻ ഈ ഒരു കഥാപാത്രത്തിന് പോകുമായിരുന്നു, അതായത് ആ ഒരു പോലീസ് വേഷത്തിന് പോകുമായിരുന്നു. പക്ഷെ ഇത് സായ്കുമാർ ഏറ്റെടുത്തോടുകൂടി അത്ര പ്രാധാന്യമില്ലാതെ കഥയിലേക്ക് തന്നെ, അതായത് ഈ ലൈംഗിക തൊഴിലാളിയുടെ ഈ കഥയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സിനിമയിൽ ഒരു രഹസ്യങ്ങളുമില്ലാത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സായ്കുമാറിന്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവൂ. ബാക്കി ഈ സ്ക്രീനിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും എന്തെങ്കിലും ഒരു രഹസ്യം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ ഒരു ചുരുളായിരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും എന്നത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു മലയാളത്തിലെ ഒരു മർഡർ മിസ്റ്ററി സിനിമയായിട്ട് നിലനിൽക്കുന്നത്. KG ജോർജിന്റെ ആ ഒരു നിഗൂഢതയും സസ്പെൻസും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ഈ പറയുന്ന ഈ കണ്ണികൂടി. അത്രയ്ക്ക് പോപ്പുലാരിറ്റി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ ക്രൈം ഡ്രാമ, മർഡർ മിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മലയാളത്തിലെ തന്നെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹിഡൻ ജെം തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് എങ്കിൽ, ആ ഒരു കാലത്ത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമയുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഷെയർ ചെയ്യാണെങ്കിൽ അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തും.